ശ്രീഭദ്ര ആസ്ട്രോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രഹനില നോക്കിയിട്ട് എങ്ങനെ ഫലം പറയുന്നത് എന്നുള്ള ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഗ്രഹനില നോക്കിയിട്ട് ജാതകം നോക്കിയിട്ട് ഫലം പറയാം. അതിനുള്ളൊരു രീതിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണ നോക്കുന്ന നിങ്ങൾ കണ്ടില്ലേ, ഗ്രഹനിലയിൽ 12 കള്ളികൾ, മേടം മുതൽ മീനം വരെയുള്ള രാശികളാണ്. അപ്പൊ അതില് ഓരോ രാശികളിലും ഓരോ ഗ്രഹങ്ങൾ ഉണ്ടാവും. 9 ഗ്രഹങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പിന്നെ ലഗ്നം ഉണ്ടാവും. അപ്പൊ ലഗ്നമുള്ള ആ രാശി മുതലാണ് നമ്മൾ ഇത് നോക്കുക. ലഗ്നം 1, അതിൻ്റെ അടുത്ത് 2, അടുത്ത് 3, അങ്ങനെ നോക്കുക. അപ്പോൾ സാധാരണ അങ്ങനെ നോക്കുക. ആ രീതി നിങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പമുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ലഗ്നം കൊണ്ട് നോക്കുമ്പോൾ 1-ാം ഭാവം, 2-ാം ഭാവം, 3-ാം ഭാവം, അങ്ങനെ ഓരോ ഭാവത്തിനോരോ ഫലങ്ങളാണ്. അപ്പൊ അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ആ ഗ്രഹത്തിന്റെ ഫലങ്ങള്, അതൊക്കെ നോക്കിയിട്ടാണ് ഫലം പറയല്. പിന്നുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അഷ്ടവർഗം കൊണ്ട് ചിന്തിക്കലാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം നോക്കിയാൽ മനസ്സിലാക്കാനുള്ള രീതിയാണ് പറയുന്നത്. അപ്പൊ അതിന് അവസാനം വരെ കേൾക്കുക. അവസാനത്തില് നിങ്ങൾക്കത് നോക്കാം. അഷ്ടവർഗം എന്ന് പറയുമ്പോൾ 8 വർഗക്കാര്, അതായത് 7 ഗ്രഹവും പിന്നെ ലഗ്നവും. 7 ഗ്രഹം എന്ന് പറഞ്ഞാൽ സൂര്യൻ, ചന്ദ്രൻ, കുജൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, പിന്നെ ലഗ്നം, അങ്ങനെ 8 വർഗക്കാര്. ആദ്യം അഷ്ടവർഗം എന്നാൽ എന്താണെന്ന് പറയാം. ഓരോ രാശിയിലും ഓരോ ഗ്രഹത്തിന് വീണിരിക്കുന്ന സൂക്ഷ്മ ബലത്തെയാണ് അഷ്ടവർഗം എന്ന് പറയുന്നത്. അതായത് സൂര്യാഷ്ടവർഗം, ചന്ദ്രാഷ്ടവർഗം, കുജാഷ്ടവർഗം, ബുധാഷ്ടവർഗം, വ്യാഴാഷ്ടവർഗം, ശുക്രാഷ്ടവർഗം, മന്ദാഷ്ടവർഗം, ലഗ്നാഷ്ടവർഗം, അങ്ങനെ ഉണ്ടാകുക. അപ്പോ ഓരോന്നിലും ഒരു രാശിയിൽ ഇപ്പോ ചന്ദ്രനാണെങ്കിൽ 5-ൽ കൂടുതൽ അഷ്ടവർഗം ഉണ്ടെങ്കിൽ നല്ല ബലമുണ്ട്. 5-ൽ 4 മധ്യമ, 4-ൽ കുറവാണെങ്കിൽ തീരെ ബലമില്ല. അങ്ങനെയാണ് കണക്കാക്കുക. അങ്ങനെ 12 രാശികളിൽ ഓരോ ഗ്രഹത്തിന് വീണ അഷ്ടവർഗങ്ങൾ കൂട്ടിയിട്ട് അതിനെ സമുദായ അഷ്ടവർഗം എന്ന് പറയും. അത് വെച്ചിട്ടാണ് നമ്മൾ ഫലം പറയാൻ പോകുന്നത്. അപ്പോൾ ലഗ്നത്തില് 25-ന്റെയും 35-ന്റെയും ഇടയ്ക്ക് സമുദായ അഷ്ടവർഗം വരണം. അപ്പോഴാണ് അതിന് നല്ല ബലമുള്ളത്. നമ്മൾ ഒരു വ്യക്തി എന്നാ വിവാഹം കഴിക്കാന്നൊക്കെ ചോദിക്കല്ലോ, എന്നാ ജോലി കിട്ടാന്നൊക്കെ ചോദിക്കല്ലോ. അപ്പൊ ഈ അഷ്ടവർഗത്തിന്റെ സംഖ്യ വെച്ചിട്ടാണ് പറയാം. അപ്പൊ ഒരു 26-ക്കാണ് 26-ാം വയസ്സിൽ ജോലി കിട്ടും, 26-ാം വയസ്സിൽ വിവാഹം കഴിക്കും, 26-ാം വയസ്സിൽ അവർക്ക് എല്ലാവിധ അഭിവൃദ്ധികളും വന്നു ചേരും. അങ്ങനെയാണ് പറയാം. അപ്പൊ 25-ആണെങ്കിൽ അഷ്ടവർഗം നമ്മള് പിന്നെ അവരെ ദശാകാലം, അപഹാരകാലം, പിന്നെ 7-ാം ഭാവത്തിൽ ഏതാ ഗ്രഹം, വിവാഹത്തിന്റെ ഒക്കെ ചോദിക്കാൻ 7-ാം ഭാവത്തിൽ ഏതാ ഗ്രഹം നിൽക്കുന്നല്ലേ, അതിലേതാണ് ഗ്രഹം അംശിച്ചിരിക്കുന്നത്, ഇത് നോക്കിയിട്ട് അതിന്റെ ദശാകാലം, അപഹാരകാലം ഒക്കെ നോക്കിയിട്ട് നമ്മളൊരു സമയം കണ്ടെത്തല്. അതുപോലെ തന്നെ 10-ാം ഭാവത്തില് 30-ൽ കൂടുതൽ അഷ്ടവർഗം ഉണ്ടെങ്കിൽ നല്ല കർമ്മഗുണം ഉണ്ടാവും. 11-ൽ അതിൽ കൂടുതലാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പണമെല്ലാം സമ്പാദ്യമായി മാറും. ലാഭസ്ഥാനമാണ് 11, ലയസ്ഥാനമാണ് 12. 12-ൽ കുറവായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സേവിങ് ആയിട്ട് അവിടെ നിൽക്കും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ജാതകം നോക്കിയാൽ മതി. കമ്പ്യൂട്ടർ ജാതകത്തിൽ ഓരോ അഷ്ടവർഗങ്ങൾ വേറെ വേറെ എഴുതിയിട്ട് അതിൻ്റെ ഒക്കെ ഫലങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടർ ജാതകം വേണ്ടവര് എൻ്റെ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ തരാം. അപ്പോൾ നിങ്ങൾക്കത് നോക്കി 55 പേജ് ഉണ്ടാവും കമ്പ്യൂട്ടർ ജാതകം എന്ന് പറഞ്ഞാൽ. അതിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. സമുദായ അഷ്ടവർഗം, അഷ്ടവർഗം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതിൽ ഏതൊക്കെ അഷ്ടവർഗം വീണിരിക്കുന്ന അതിൻ്റെ ഫലങ്ങളും, നിങ്ങളുടെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും, അതിൻ്റെ ഓരോ ദശാകാലങ്ങളിലും അപഹാരകാലങ്ങളിലും നിങ്ങൾക്ക് വരാവുന്ന കാര്യങ്ങളൊക്കെ, പിന്നെ അതിന്റെ പരിഹാരങ്ങൾ, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. 55 പേജ് ഉണ്ടല്ലോ. അപ്പൊ അത് വേണ്ടവര് വാട്സപ്പ് ചെയ്യുക. പിന്നെ സാധാരണ ബുക്കായിട്ട് ജാതകം എഴുതി കൊടുക്കാറുണ്ട്. അതിൽ ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൽ
നമ്മൾ ഗ്രഹനിലയും പിന്നെ അതിൻ്റെ സ്ഫുടങ്ങളും ഞങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ അഷ്ടവർഗം എഴുതി കൊടുക്കാറുണ്ട്. 8 ചാർട്ടായിട്ട് ഇങ്ങനെ എഴുതിയിട്ട് അഷ്ടവർഗങ്ങൾ മൊത്തം എഴുതും. പിന്നെ അത് കൂട്ടിയിട്ട് വേണം സമുദായ അഷ്ടവർഗം അതൊക്കെ കണ്ടുപിടിക്കാൻ. അപ്പോൾ കമ്പ്യൂട്ടർ ജാതകമൊക്കെ ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാം.